SSLC മക്കളെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ലാംഗ്വേജ് 1 എക്സാം? നിങ്ങളുടെ അറബിക് ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, മലയാളം ക്ലാസ് ആൻഡ് ഉറുദു സംസ്കൃത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന് കമൻസിൽ അറിയിക്കുക. വേഗം തന്നെ ഇനി നമുക്ക് അടുത്ത പ്ലാനിലേക്ക് കടക്കാൻ പോകണം. ഓക്കെ, അടുത്ത എക്സാമാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി എല്ലാവരും ഒറ്റ ലൈവിൽ ഒരുമിച്ച് ഫുൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ, കാരണം ഞാനും അലക്സ് സാറാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്ലാൻ ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ അടിപൊളി അടിച്ച് A+ നല്ല സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ഇന്നേ വരെ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ചാപ്റ്റർ ഒന്നും കേട്ടില്ലെങ്കിലും ഈ ലൈവിന് വന്നാൽ, ഓക്കെ, ഈ ഞങ്ങൾ പറയുന്ന ഈ പ്ലാൻ കേട്ട് ലൈവിന് വന്നാൽ ഫുൾ A+ കിട്ടിയിരിക്കും ഇംഗ്ലീഷിന്. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നത്. അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഫുൾ ഫോർമാറ്റ്, ഫുൾ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ കേൾക്കുക. എല്ലാവരും റെഡി ആയിരിക്കണം. ഇന്ന് വൈകുന്നേരം 7:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മക്കളെ, അപ്പം ഇതിന് നമുക്കൊരു കൃത്യമായൊരു പ്ലാൻ വേണം. ആ പ്ലാനാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ 7:30 വരുമ്പോൾ, ഇന്ന് മൺഡേ വൈകുന്നേരം 7:30 വരുമ്പോൾ ഫുൾ ചാപ്റ്റർ, ഫുൾ പോയംസ്, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ പോയംസും നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഒരൊറ്റ ലൈവ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചെടുക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പോയമൊക്കെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ എന്ത് തീർത്തു മക്കളെ? എല്ലാ ചാപ്റ്ററുകളും എല്ലാ പോയംസും തീർത്തു. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ചാപ്റ്ററിനും പോയം എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മാർക്കിന് ചോദ്യങ്ങൾ വരും. ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, നമ്മുടെ ഡിസ്കോസ് സെക്ഷനിൽ, നമ്മുടെ റൈറ്റിംഗ് സെക്ഷനിൽ, മിക്ക റൈറ്റിംഗ് സെക്ഷനിലെ ടോപ്പിക്സും അല്ലെ ചോദ്യങ്ങളിൽ നിന്നും എല്ലാ ചോദ്യങ്ങളും എന്തിനായിരിക്കും? ഈ ചാപ്റ്റേഴ്സ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ചാപ്റ്ററിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കോസ് പോലും പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചോദിക്കാൻ പോകുന്നത്. സോ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററും പോയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതോടെ അത് തീർന്നു കിട്ടി. എന്നിട്ട് നാളെ രാവിലെ ഒരു 7 മണിക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ 8 മണിക്ക് അങ്ങോട്ട് എണീക്കുക, പരിപാടി തുടങ്ങുക. 8 മണി മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ്? നമ്മൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. ആ നോട്ട്സിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ ചെയ്യാം. ആ നോട്ട്സ് ജസ്റ്റ് ഒന്നും കൂടി വായിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാപ്റ്റർ വായിക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പോയൊക്കെ ജസ്റ്റ് വായിക്കാത്തവരാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്ന് മിനിമം ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കണം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ചാപ്റ്ററിൻ്റെ ഒരു പാസേജ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക, അല്ലെങ്കിൽ പോയത്തിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാൻസ് എന്നായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ആ സ്റ്റാൻസ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് മക്കളെ. നിങ്ങളുടെ +1 കാരുടെ എക്സാമിൽ ഒരു സംഭവം സംഭവിച്ചു, ഇത്രയേ ഉള്ളൂ. ഐ ആം വെരി സാഡ് എന്നുണ്ട് ഒരു ലൈൻ, ഏതോ ഒരു ചാപ്റ്ററിൽ ഏതോ ലൈൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇനി ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഐ ആം വെരി സാഡ് എന്നൊരു എക്സാമ്പിൾ ലൈനാണ്. അങ്ങനെ തന്നിട്ട് ഇലാബറേറ്റ് ഓൺ ദിസ്, ഇതിനെപ്പറ്റി അതിൻ്റെ അർത്ഥം പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഏത് സിനിമയല്ല, ഏത് ചാപ്റ്ററാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അതേപോലെ സിമിലർ ആയിട്ടുള്ള കുറേ ചാപ്റ്റർ ഉണ്ടാവും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിക്കുന്ന പ്രോമിസ് ഇപ്പം തന്നെ ഒറ്റ പ്രാവശ്യം ഓടിച്ച് വായിച്ചാൽ മതി. നിങ്ങളിങ്ങനെ വേണ്ട, ഒരു പ്രാവശ്യം ഓടിച്ച് വായിക്കാം. ബാക്കി ഞങ്ങൾ സമ്മറി നോട്ട്സിലെല്ലാം പഠിപ്പിച്ച് തരും. ഓക്കെ, അത് നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ കുടുങ്ങും. അത് പറയാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ, അല്ലേ, നിങ്ങൾക്ക് ഗ്രാമറിൽ എഡിറ്റിംഗ് അറിയാം. ഈ എഡിറ്റിങ്ങിൽ മിക്ക സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ, എഡിറ്റിങ്ങിൽ വരാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതിൽ മിസ്റ്റേക്സ് അവരുണ്ടാക്കിയിട്ട് നിങ്ങളോട് എഡിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ചാപ്റ്റർ വായിച്ച കുട്ടിക്ക് എന്താണ്, ഓൾറെഡി ആ ചാപ്റ്റർ ലൈൻസ് ഏതാണ്ടൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഗ്രാമർ പഠിക്കാതെ പോലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്റർ മിനിമം ഒരു വട്ടം വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ന് ചെയ്യണമെന്നില്ല, നാളെ രാവിലെ ചെയ്താൽ മതി. ഇനി പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, ഇന്ന് വൈകുന്നേരത്തെ ലൈവിന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് ചാപ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം തീർക്കുക. ബാക്കി നാളെ രാവിലെ തീർത്ത സമാധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ, എനിവേ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ 2 കാര്യമേ നമുക്ക് ബാക്കി ചെയ്യാനുള്ളൂ. ഒന്ന് ഗ്രാമർ, പിന്നെ ഡിസ്കോഴ്സ്. ഗ്രാമറും ഡിസ്കോഴ്സും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലൊക്കെ എന്താണ് മക്കളെ, ഗ്രാമറിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. SLC ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെയിറ്റേജ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്രാമറും ഡിസ്കോഴ്സും ചാപ്റ്ററിനൊക്കെ എത്ര മാർക്ക് വരുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ പിന്നെ ഇത് നോക്കും ഡിസ്ക്രിപ്ഷനിൽ. അതുകൂടാതെ ജസ്റ്റ് പോയി നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി, ഇംഗ്ലീഷിൽ പണി കിട്ടും എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ എങ്ങനെയാണ് എവിടുന്ന് എത്ര മാർക്ക് ചോദ്യം എന്നൊക്കെ വരുന്നുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഗ്രാമറിന് നല്ല വെയിറ്റേജ് ഉണ്ട്. സോ നാളെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൈവിൽ ഗ്രാമറും അതുപോലെ എല്ലാ ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റും പഠിച്ചെടുക്കും. മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് പഠിക്കൽ എളുപ്പമാണ്. അത് ജസ്റ്റ് എന്താണ്, ഒരു മണിക്കൂറിൻ്റെ പണിയുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ആ ഡിസ്കോഴ്സുകളിൽ പരീക്ഷയിൽ എഴുതി നിറക്കേണ്ട കണ്ടന്റ് എവിടുന്നാണ് വരുന്നത്, ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അത് മൊത്തം നമ്മൾ ഇന്ന് വൈകുന്നേരം പഠിച്ചെടുക്കുന്നതായിരിക്കും. സോ ഒരു കാരണവശാലും ഇന്നത്തെ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷ രാവിലെ വരുമ്പോൾ ഒരു മോർണിംഗ് ബൂസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമറിൽ നിന്നും ചാപ്റ്ററിൽ നിന്നും പോയം നിന്നുള്ള കുറച്ചും കൂടി ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, പോയംസ് ഒക്കെ അപ്രീസിയേഷനൊക്കെ വരുന്നതുകൊണ്ട് ഒന്നും കൂടി നമ്മളത് റിവൈസ് ചെയ്യും. പരീക്ഷ ഹാളിൽ കയറിപ്പോവും. മക്കളെ ഒരു സംശയവും ഇല്ല, A+ നിങ്ങൾക്ക് കിട്ടില്ല. ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. A+ ഒന്നുമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ 2 ദിവസങ്ങൾ എക്സാമിനറിന് കൂടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, കട്ടയ്ക്ക് നിൽക്കാൻ റെഡിയാണെങ്കിൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് പോവില്ല. ആ ലെവലിലായിരിക്കും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ലെവലിലായിരിക്കും ഓരോ ലൈവ് ക്ലാസ്സും ഉണ്ടാകാൻ പോകുന്നത്. ആ ലൈവ് ക്ലാസ്സിൽ ഓരോ മിനിറ്റും ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു പ്രോമിസാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ വി ആർ റെഡി സർ എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് വൈകുന്നേരം 7:30 വരുമ്പോൾ മാക്സിമം കൂട്ടുകാരെ, എല്ലാ ഫ്രണ്ട്സും, നിങ്ങൾക്കറിയാലോ എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ പവർ എന്താണെന്ന്. അതിൻ്റെ എഫക്റ്റീവ്നെസ് ഓൾറെഡി നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയിലും മോഡൽ പരീക്ഷയിലും അതുപോലെ ഓണപ്പരീക്ഷയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. എല്ലാവരും എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ മക്കളും ഇന്നത്തെ ലൈവിലുണ്ടായിരിക്കണം. സോ വൈകുന്നേരം 7:30 കാണാം. ഞാൻ വല്ലൻ സാറുണ്ടോ.